തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് നഴ്സിംഗ് പഠിക്കാനായാണ് ശാലിനി വരുന്നത്. എന്നാൽ ശാലിനിയുടെ റൂംമേറ്റായ ആസിഫയുടെ വലയിൽ വീണ് ശാലിനി മതം മാറുന്നു. സത്യത്തിൽ ആസിഫ മറ്റു മതസ്ഥരായ പെൺകുട്ടികളെ വലയിലാക്കി അവരെ മതം മാറ്റി സിറയിലേക്കും മറ്റും കൊണ്ടുപോകുന്ന ഒരു ഗ്യാങ്ങിന്റെ ആളാണ്. അവൾ ഇസ്ലാം മതത്തെക്കുറിച്ച് ശാലിനിയോടും മറ്റു കൂട്ടുകാരോട് സംസാരിക്കുന്നുണ്ട്. മറ്റു മതങ്ങളെ ചോദ്യം ചെയ്ത് അവയെ താഴ്ത്തി പറയുന്നു. കൂടാതെ ആസിഫയുടെ കൂടെയുള്ള റമീസ് എന്ന പയ്യനുമായി ശാലിനി ഇഷ്ടത്തിലാവുന്നു. അവൾ ഗർഭിണിയാവുന്നുണ്ട്. അങ്ങനെ റമീസിനെ കല്യാണം കഴിക്കാനായി ശാലിനി മതം മാറുന്നു. എന്നാൽ ഇതെല്ലാം ഇവരുടെ പ്ലാൻ ആയിരുന്നു. റമീസ് ശാലിനിയെ ചതിക്കുന്നു. വേറൊരാളുമായി ശാലിനിയുടെ കല്യാണം നടത്തുന്നു. അങ്ങനെ അവളെ സിറിയയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവൾ ഗർഭിണിയായിരുന്നിട്ട് കൂടി അവളുടെ ഭർത്താവ് അവളെ പീഡിപ്പിക്കുന്നു. പിന്നീട് അവൾക്ക് ഒരു കുട്ടി ജനിക്കുന്നുണ്ട്. അവളുടെ ഭർത്താവ് ഒരു മിഷന് വേണ്ടി പോകുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവ് മരിച്ചു എന്ന വാർത്തയാണ് ശാലിനി അറിയുന്നത്. പിന്നീട് കുറെ ആളുകൾ ചേർന്ന് അവളെ അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പിടിച്ചുകൊണ്ടു പോകുന്നു. അവളുടെ കുഞ്ഞിനെ അവളിൽ നിന്ന് തട്ടിയെടുക്കുന്നു. സത്യത്തിൽ അവളുടെ ഭർത്താവ് മരിച്ചിട്ടില്ല. അയാളും കൂടെ ചേർന്നാണ് ഈ ക്രൂരത അവളോട് ചെയ്യുന്നത്. അവിടെ ശാലിനിയെ പോലെ ചതിയിൽപ്പെട്ട ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. ആ ദിവസം അവളെ പലരും മാറി മാറി പീഡിപ്പിക്കുന്നു. പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് അവരെ മാറ്റുന്നുണ്ട്. ഈ സമയം ശാലിനിയും മറ്റു രണ്ട് സ്ത്രീകളും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ മറ്റു രണ്ടുപേരും മരിക്കുന്നുണ്ട്. ശാലിനി മാത്രം എങ്ങനെയോ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു. ക്ഷീണിച്ച ബോധം കെട്ട് അവൾ ഒരിടത്ത് വീഴുന്നുണ്ട്. അതിൽ കൂടി പോയ അവിടുത്തെ ഫോഴ്സിന്റെ ഹെലികോപ്റ്റർ അവളെ കണ്ട് അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ഈ കഥകളൊക്കെ അവൾ ആ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ടെങ്കിലും ഇത് തെളിയിക്കാനായി ഒരു തെളിവും അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അവളുടെ മകളെ കണ്ടുപിടിച്ചു കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും അവർ ചെയ്യാമെന്ന് പറയുന്നു. സത്യം തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ശാലിനിയെ അവർ അവരുടെ ജയിലിൽ അടയ്ക്കുന്നു.